മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ജോലിക്കായി കേരള പോലീസിന് അനുവദിച്ച പുതിയ സ്പീഡ് ബോട്ട് 2 മാസമായി എവിടെയാണെന്നറിയോ? കട്ടപ്പുറത്താണ്. ബോട്ടിന്റെ വിലത്തുകയായ 39.5 ലക്ഷം രൂപ ഇതുവരെയും ബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് പോലീസ് നൽകിയിട്ടില്ല. ഇതോടെ ബോട്ടിന്റെ സർവീസിംഗ് നടത്താൻ കമ്പനി വിസമ്മതിച്ചു. ഇതോടെയാണ് പുതിയ ബോട്ട് കരയ്ക്കായത്, എന്താ പറയാ, കട്ടപ്പുറത്തായത്. അപ്പൊ രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. കട്ടപ്പനയിലെ രാഹുൽ വിജയ, കട്ടപ്പുറത്തായ ബോട്ടിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതിൽ പോലീസ് എന്താണ് ഇങ്ങനെ ഒരു കാര്യം, ഫണ്ടില്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ ഇനിയിപ്പോ ഈ ബോട്ട് കരയ്ക്ക് തന്നെ ആയിരിക്കോ? എപ്പോഴിറങ്ങും നീരിൽ? ഫണ്ടില്ലാത്തത് കൊണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു 39.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം പോലീസ് അറിയുന്നത്, ജില്ലാ പോലീസ് മേധാവി അറിയുന്നത് ഈ ബോട്ട് സർവീസ് തുടങ്ങി 2 മാസം കഴിഞ്ഞ് നിർമ്മാണ കമ്പനി പോലീസ് മേധാവിക്ക് ഒരു കത്ത് അയക്കുമ്പോഴാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഈ സർവീസ് തുടങ്ങി 20 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ഒരു സർവീസ് ഉണ്ട്. അതായത് എഞ്ചിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർവീസ് നടത്തേണ്ടതുണ്ട്. നമ്മുടെ കാറുകൾക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു സർവീസ് ബോട്ടിനും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഈ നിർമ്മാണ കമ്പനി തന്നെ ചെയ്യണം. പൈസ കൊടുക്കാതെ ഒരു സർവീസും ചെയ്യില്ല എന്ന് നിർമ്മാണ കമ്പനി തറപ്പിച്ചു പറഞ്ഞു. വേറെ ഏതെങ്കിലും കമ്പനികളെ കൊണ്ട് സർവീസ് ചെയ്തു കഴിഞ്ഞാൽ ബോട്ടിനുണ്ടാകുന്ന കേടുപാടുകൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തകരാറുകൾക്കോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടാകില്ല എന്ന് ഈ നിർമ്മാണ കമ്പനി അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ശരിക്കും പോലീസ് പെട്ടത്. ഇപ്പോൾ മുല്ലപ്പെരിയാറിലേക്ക് പോകാൻ യഥാർത്ഥത്തിൽ നല്ലൊരു ബോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരമണിക്കൂർ കൊണ്ട് തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാറിലേക്ക് എത്താൻ വേണ്ടിയാണ് പുതിയൊരു സ്പീഡ് ബോട്ട്, അതായത് 150 കുതിര ഹോഴ്സ് പവറിൽ ഓടുന്ന ബോട്ടായിരുന്നു പോലീസിന് പുതിയതായി നൽകിയിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഓടുന്നില്ലാത്തത് കൊണ്ട് മുല്ലപ്പെരിയാറിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. നേരത്തെ 2 ബോട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം തകരാറിലായി, ഒരെണ്ണം സുരക്ഷാ കാരണങ്ങളാൽ 9 പേർക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് 15 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയൊരു സ്പീഡ് ബോട്ട് അനുവദിക്കുകയും ചെയ്തത്. അതിന്റെ കാര്യമാണ് ഇപ്പോൾ ഒരു അവതാളത്തിലായി കിടക്കുന്നത്. പൈസ കൊടുക്കാത്തത് കൊണ്ട് അത് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ മുല്ലപ്പെരിയാർ പോലീസിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബോട്ട് കിട്ടിയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണല്ലേ? പല ഇടങ്ങളിലും സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ സൗകര്യം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലാത്തതാണ്. ഈ പലയിടങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുമല്ലോ. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്കായിട്ട് അനുവദിച്ചിട്ട് അതിങ്ങനെ സ്ഥലവും കാട് പിടിച്ച് കെട്ടിടവും കിടക്കും. അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ. അത് നല്ല കാര്യമല്ലേ? അപ്പോൾ അതിലൊരു ശ്രദ്ധ എപ്പോഴും പുലർത്തണം. നമ്മൾ ഇത്തരം റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.